ഹായ് ടു എവരിവൺ. നമ്മളെല്ലാവരുടെ ലൈഫിലും ചില മനുഷ്യന്മാരുണ്ടാവും കേട്ടോ. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചേച്ചിയോ ചേട്ടനോ എന്നുള്ളൊരു സ്ഥാനം നമ്മൾ മനസ്സിൽ കൊടുത്തിട്ടുണ്ടാവായിരിക്കാം. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ കുറേ മനസ്സിലൊരു നല്ല സ്ഥാനത്തിൽ വെച്ചിട്ടുണ്ടാവായിരിക്കാം അവർ. പക്ഷെ ആ സ്ഥാനത്തിനൊക്കെ ഒട്ടും അർഹതപ്പെടാത്ത കുറേ പേരുണ്ടാവും. എന്തിനാണ് നമ്മൾ ഈ സ്ഥാനം കൊടുത്തത്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ വിചാരിച്ചതെന്ന് നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാവായിരിക്കാം. നമ്മൾ അത്രയും ഒരു സ്ഥാനം കൊടുത്ത, അല്ലെങ്കിൽ അത്രയും ഒരു റെസ്പെക്റ്റ് വെച്ചിട്ടുള്ള മനുഷ്യന്മാർ തന്നെ നമ്മളെ ഡംപ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം ഉണ്ടാവുമ്പോഴായിരിക്കും ശരിക്കും അവരെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മുമ്പ് ഒരു മുഖവും പുറകെ വേറൊരു മുഖവും വെച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത് സംസാരിക്കുക. പക്ഷെ നമുക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കി തരും കേട്ടോ. പാമ്പിൻ്റെ വിഷം പോലും അത്രയ്ക്ക് പോയ്സണസ് അല്ല, പക്ഷെ ചില മനുഷ്യന്മാരുടെ ചിന്താഗതിയും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയൊക്കെ അത്രയ്ക്കും വിഷമാണ്. അപ്പോൾ ഈ മനുഷ്യന്മാരിൽ നിന്ന് മാക്സിമം നമ്മൾ അകന്ന് നിൽക്കുക, അകത്തി നിൽക്കുക, അവരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക. നമ്മുടെ ലൈഫിൽ വീണ്ടും അവരുമായിട്ടുള്ള ഇടപാടൊക്കെ നിർത്തിയേക്കണം കേട്ടോ. വീണ്ടും നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലേക്ക് ഒന്നിക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുകൂടണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി നോ പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ധൈര്യം ഉണ്ടാക്കി എടുക്കണം കേട്ടോ. കാരണം ഇങ്ങനത്തെ നെഗറ്റീവ് പീപ്പിൾസ് നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും ആവശ്യമില്ല. അത് ലൈഫ് നശിക്കുള്ളൂ. സോ ഡു